സാർ മ്യൂട്ടായി പോയോ? മ്യൂട്ടായി പോയി, കേൾക്കുന്നില്ല. ഓക്കെ, റൈറ്റ് റൈറ്റ്. നെറ്റ് ഒന്ന് കട്ടായിരുന്നുണ്ട് സാർ. ആദ്യം മുതൽ തുടങ്ങി നമുക്ക് തുടങ്ങാം. കുഴപ്പമില്ല, തുടങ്ങിക്കും. കട്ടിരുന്നു. ശരി. ഓൾറൈറ്റ്. സോ ടു ഡൈ എവറി സെക്കൻഡ് is to be reborn every second, but that needs uninterrupted attention. അപ്പോൾ മനുഷ്യരാശിയുടെ കഥ നിങ്ങളിലാണ്, അല്ലെങ്കിൽ നമ്മളിലാണ്. മനുഷ്യരാശിയുടെ കഥ വിശാലമായ അനുഭവത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഭയങ്ങളിലുണ്ടത്. ഉത്കണ്ഠകളിൽ, ദുഃഖത്തിൽ, ആനന്ദത്തിൽ സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ ഉൾക്കൊള്ളിച്ച എല്ലാ വിശ്വാസങ്ങളിലും. ശരിക്കും പറയാം, നമ്മളാണ് ആ പുസ്തകം. ഓരോ സെക്കൻഡിലും മരിക്കുക എന്നാൽ ഓരോ സെക്കൻഡിലും പുനർജനിക്കുക എന്നാണ്. പക്ഷേ അതിന് തടസ്സമില്ലാത്ത ശ്രദ്ധ ആവശ്യമാണ്, അതീവ ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ സബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നത്. സോ നമ്മളെപ്പോഴും പറയാറുണ്ട് ഞാൻ എന്നൊക്കെ പറയുള്ളൂ. ആരാണ് ഞാൻ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം പോലെ. സോ ഹൂ ഈസ് ദ മീ വി ക്യാരി? നമ്മൾ ഓരോരുത്തരും ക്യാരി ചെയ്യുന്ന ആ ഞാൻ അതാരാണ്? അതാണ് ഒരു ചോദ്യം. സോ അക്കോർഡിംഗ് ടു മീ, ദ മീ, that is the psychological self, is a collection of memories, past hurts, old opinions and fears. അപ്പോൾ ഞാൻ കണ്ട ഞാൻ, മനഃശാസ്ത്രപരമായ സ്വഭാവമുള്ള ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളാണ്. ഭൂതകാലത്തിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള വേദനകളുണ്ട്, നമ്മുടെ പഴയ അഭിപ്രായങ്ങളുണ്ട്, നമ്മുടെ ഭയങ്ങളുണ്ട്. എന്നിവയുടെ എല്ലാം കൂടെ ഒരു കളക്ഷനാണ്, ഒരു ശേഖരമാണ്. അതാണ് ദ മീ inside me, or the me we carry. So we constantly live in the past, either what happened or in the future what might happen. ശരിയല്ലേ? നമ്മളെല്ലാവരും ഒരു തരത്തിലൊന്ന് ആലോചിച്ചാൽ നമ്മൾ നിരന്തരം ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ പഴയ ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളിൽ, അല്ലെങ്കിൽ ഭാവിയിലാണ് എന്ത് സംഭവിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. ഈ രണ്ടിനെങ്കിൽ കൂടെ മാത്രമാണ് നമ്മൾ നിരന്തരം ജീവിക്കുന്നത്. യാതൊരു തർക്കവുമില്ല, എല്ലാവരുടെയും കാര്യമാണത്. ഐദർ ഇൻ ദ പാസ്റ്റ് ഓർ ഇൻ ദ ഫ്യൂച്ചർ വാട്ട് ഹാപ്പൻഡ് ഓർ വാട്ട് മൈറ്റ് ഹാപ്പൻ. എന്ത് സംഭവിക്കാം? തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാനസിക അവസ്ഥയിൽ കൂടെ തന്നെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ദിസ് ഹെവി ബണ്ടിൽ സ്റ്റോപ്സ് us from seeing and enjoying the present moment. So that is a problem. അപ്പോൾ ഈ നമ്മുടെ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഈ പാസ്റ്റിലേതും അതുപോലെ തന്നെ ഫ്യൂച്ചറിലെയും ഒരു വലിയൊരു ബണ്ടിലാണത്. ഇറ്റ്സ് എ ഹെവി ബണ്ടിൽ. അപ്പോൾ ആ ഭാരമേറിയ കെട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള നിമിഷം ആസ്വദിച്ച് ഈ ഭാരവും പേറി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സെൻട്രലിൽ നിൽക്കുന്ന, ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന പ്രസന്റ് മൊമെന്റിനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ അറിയുന്ന പോലുമില്ല ഈ പ്രസന്റ് മൊമെന്റ് എന്താണെന്നുള്ളത്. സോ അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേറൊരു വിഷയം. ഇവിടെ നമ്മളതിനെ പലതരത്തിൽ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുവെങ്കിലും മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന അനേകം ക്ലാസ്സുകൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതും ഈ വിഷയവുമായിട്ട് ബന്ധമുള്ള കാര്യം തന്നെയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് വാട്ട് എവറി ഡേ മീൻസ്, എന്താണ് ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഫ്രീഡം ഫ്രം ദ പാസ്റ്റ്, ക്ലിങ്ങിങ് ടു മെമ്മറീസ്, ഹട്ട്സ് ഓർ സക്സസ് prevents us from truly living. To die to them is to release their hold. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം, നമ്മൾ ഓർമ്മകളിലാകാം, വേദനകളിൽ, വിജയങ്ങൾ, നമ്മളൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന, നമ്മുടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന അവയോട് മരിക്കുക അല്ലെങ്കിൽ പിടിവിടുക എന്നാണ് ഫ്രീഡം ഫ്രം ദ പാസ്റ്റ്. നമ്മളെ ഈ കാര്യങ്ങളാണ് നമ്മളെ എപ്പോഴും പിടിച്ച് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. നമ്മുടെ അതിലൊക്കെ തന്നെയാണ്
പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു മോചനം, ഫ്രീഡം ഫ്രം ദി പാസ്റ്റ്. അടുത്തത് ലിവിങ് ഇൻ ദി പ്രസന്റ്, മൈൻഡ്ഫുൾനെസ്. So by dying to yesterday, one awakens to the nearness of now without distortion from past conditioning. അതാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലകളിൽ നമ്മൾ മരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ജനനം കിട്ടുന്നത് ഈ മൊമെന്റിലേക്കാണ്. നമ്മൾ ആ പല കണ്ടീഷനിൽ കൂടിയൊക്കെ നമ്മുടെ എന്താണ് അങ്ങനെ വികലമാകാതെ നിന്ന വർത്തമാനകാലത്ത് പെട്ടെന്ന് ഉണർന്നു വരുന്നതാണ് ലിവിങ് ഇൻ ദി പ്രസന്റ് എന്ന് പറയുന്നത്. അടുത്ത ഇതിന്റെ വേറൊരു ആംഗിളാണ് എൻഡിങ് അറ്റാച്ച്മെന്റ്. Relationships, possessions, and even ideas should not bind us. Each day is an opportunity to meet life without the weight of yesterday's attachment. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഈ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ അതിൽ നിന്നുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആ അറ്റാച്ച്മെന്റ്സ് ഒക്കെ അവസാനിപ്പിക്കണം. നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം. ഏതിൽ നിന്നൊക്കെ? നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന്, സ്വത്തുക്കളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന് പോലും നമ്മളൊന്നും അതിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്മുടെയൊക്കെ ചിന്തകൾ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതോ അവിടെയായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ പലരുമായിട്ട് മോശമായ റിലേഷൻഷിപ്പുകളായിരിക്കും. പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പൊസഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ പല ഐഡിയകൾ പോലും. ഇതൊന്നും നമ്മളെ ആക്ച്വലി നമ്മുടെ ആ സത്വത്തെ, ശരിക്കും നമ്മുടെ ആ ഫിസിക്കൽ, നമ്മുടെ ആ സെൽഫിനെ അല്ലെങ്കിൽ മെന്റൽ സെൽഫിനെ ഒന്നിനെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല. അപ്പോൾ ആ അറ്റാച്ച്മെന്റ് ഒക്കെ നമുക്കൊരു ബന്ധനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ അറ്റാച്ച്മെന്റുകളൊന്നുമില്ലാതെ ജീവിതത്തെ നേരിടണം. ഓരോ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഭാരം എന്തിനു നമ്മൾ പേരണം? ഇതെല്ലാം ഭാരങ്ങളാണ്, ഇതെല്ലാം ബന്ധനങ്ങളാണ് ശരിക്കും മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ you have to detach from all these kind of attachments, and then the psychological rebirth. This daily dying is simultaneous a daily renewal, a chance to see the world with fresh eyes, free of partiality and fear. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ശരിക്കും നമ്മൾ മനഃശാസ്ത്രപരമായി ഒരു പുനർജന്മത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഡെയിലി ഡൈയിങ് അല്ലെങ്കിൽ ഡൈ എവരിഡേ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ദൈനംദിന മരണം എന്നൊക്കെ പറയുന്നത്, കുറേ സമയം നമ്മളുടെ ഒരു ദൈനംദിനമായിട്ട് നമ്മൾ ഒരു പുതിയ ജന്മം കൂടെ എടുക്കുകയാണ്. എങ്ങനെ? മുൻവിധികളോ ഭയമോ ഒന്നുമില്ലാതെ ഒരു പുതിയ കണ്ണോടുകൂടി ലോകത്തെ കാണാനുള്ള ഒരു അവസരം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഡൈ എവരിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്താണ്? ഫ്രീഡം ഫ്രം ദ പാസ്റ്റ്, ലിവിങ് ഇൻ ദ പ്രസന്റ്, എൻഡിങ് അറ്റാച്ച്മെന്റ് ഓർ യു ആർ ഡിറ്റാച്ചിങ്, ആൻഡ് ദി സൈക്കോളജിക്കൽ റീബർത്ത് അല്ലെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ അതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് മീൻസ് ലെറ്റിംഗ് ഗോ ഓഫ് യെസ്റ്റർഡേസ് വറീസ്, മെമ്മറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ്. അതാണ് ലെറ്റിംഗ് ഗോയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? നമ്മുടെ ഇന്നലെ സംഭവിച്ച ഇന്നലത്തെ ആശങ്കകളുണ്ട്, നമുക്ക് വേണ്ടാത്തതും വേണ്ടതുമായ ഓർമ്മകളുണ്ട്. വേണ്ടാത്ത ഓർമ്മകളാണ് നമ്മൾ കൂടുതലും സൂക്ഷിച്ചു വെക്കുക. അതാണ് നമ്മളുടെ അറ്റാച്ച്മെന്റ്സ്. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നാണ് ഡൈ എവരിഡേ എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഈ 4 കാര്യങ്ങളുണ്ട് അതിനകത്ത്. So it's a means of letting go of yesterday's worries, memories, and attachments. So these are the bundles I explained earlier. ഇതേപോലെ നമ്മൾ ഈ ഭാണ്ഡക്കെട്ടുകളെല്ലാം ഈ പെട്ടിയിലാക്കി വളരെ ഫ്രീ ആയി നമുക്ക് ചുമക്കാവുന്ന ഒരു ഭാരം കൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും നടക്കാൻ. ഈ പിക്ചറിൽ കാണുന്ന ഈ ഹെവി ബാഗാണ് നമ്മുടെ പുറത്തുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ശരിക്കുള്ള പരമസത്യം.
ആവശ്യമില്ലാത്ത ഭാരമാണ് നമ്മളെ ഓരോ ദിവസവും അറിഞ്ഞോ അറിയാതെയോ പേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു എൻഡിങ് ആണ് ഇന്നത്തെ സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ചിന്തിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് കണക്കുകൂട്ടിയാൽ മാത്രം മതി. സോ വൈ ടു ക്യാരി ദിസ് ഓൾ ദ ബർഡൻസ് അലോങ് വിത്ത് യു ഓൺ എ ഡെയിലി ബേസിസ്? അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് അഫക്റ്റിംഗ് അസ് മെന്റലി. നമ്മളുടെ മനസ്സിനെയാണ് ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ഓർമ്മകളും വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെയുള്ള ബണ്ടിൽ വി ആർ ഓൾ ക്യാരിങ് on our shoulders. It's better to put a stop and leave this heavy bundle on the way and you go freely. So why let go of yesterday? എന്തിനാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, വൈ ലെറ്റ് ഗോ ഓഫ് യെസ്റ്റർഡേ? ഇന്നലെ എന്തിനാണ് വിടുന്നത്? എനിക്ക് വേണമെങ്കിലോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്റ്റർഡേസ് പെയിൻ ഹോൾഡ്സ് us ബാക്ക്. പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇന്നലെ സംഭവിച്ച വേദനയുണ്ടല്ലോ, അത് നമ്മളെ പുറകോട്ട് വലിക്കും. അത് നടന്ന സംഭവമാണ്, അത് കഴിഞ്ഞു പോയ സംഭവമാണ്. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇന്നലത്തെ വേദന ശരിക്കും നമ്മളെ പുറകോട്ട് വലിക്കും. അപ്പം അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണം. രണ്ടാമത്, യെസ്റ്റർഡേ സക്സസ് ക്യാൻ ഓൾസോ മേക്ക് us stuck. ഒരുപക്ഷെ വിജയമായിരിക്കാം. പലപ്പോഴും നമ്മൾ വിജയം ഒരു പരിധിക്ക് മേലെ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ വിജയം നമ്മളെയൊക്കെ അങ്ങനെ തേടി വരികയോ ചില കുടുക്കുകളിലും നമ്മൾ ചെന്നപ്പെടാറുണ്ട്. എല്ലാ കേസുകളിലും ബാധകമല്ല. അപ്പം രണ്ട് കാര്യമുണ്ടോ അപ്പോൾ? യെസ്റ്റർഡേസ് പെയിൻ ഹോൾഡ്സ് us ബാക്ക് ആൻഡ് ഓൾസോ യെസ്റ്റർഡേസ് സക്സസ് ക്യാൻ മേക്ക് us stuck. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ദ ഫ്രീഡം കംസ് വെൻ വി റിലീസ് ബോത്ത്. ഇത് രണ്ടും വിട്ടുകൊടുക്കുക എന്ന് പറയും. ഇത് രണ്ടും വിട്ടുകൊടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും നമ്മൾ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതും. അതുകൊണ്ടാണ് ഇത് വേണ്ടാന്ന് വെക്കേണ്ടതെന്ന്, ഇന്നലത്തെ ഭാരമേറിയ ചിന്തകളും ഒക്കെയും വേണ്ടാന്ന് വെക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളും കൊണ്ടാണ്. നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. സുഖമായി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു വഴിയാണ് നമ്മൾ ഈ ലെറ്റ് ഗോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സാധിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ സീസൺസ് ഒക്കെ നമ്മൾ പ്രകൃതിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. പ്രകൃതിയിൽ സീസൺ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഒക്കെ അതുകൊണ്ട് ഒരിടത്ത് അത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. സോ let us look at the process of the ending thought. Okay, thought is time എന്ന് വേണമെങ്കിൽ പറയാം. Our mind constantly moves from what was to what should be. This is a source of inner conflict. Okay, ശരിക്കും പറഞ്ഞാൽ ചിന്തകളാണ് നമ്മുടെ സമയം ഉണ്ടാക്കുന്നത്. ചിന്തയാണ് സമയം ശരിക്കും. നമ്മളുടെ മനസ്സ് നിരന്തരം ചോദിക്കുന്നതാണ് എന്തായിരുന്നു എന്ന്. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. എന്തായിരുന്നു അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നതിലേക്ക്. അപ്പം എന്തായിരുന്നു അവിടെ നിന്ന് തുടങ്ങി എന്തായിരിക്കണം എന്നതിലേക്ക് ഒരു നീക്കമാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞ ഒരു സംഘർഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടു ഡൈ എവറി ഡേ ഇറ്റ് സ്റ്റോപ്പ് ഫീഡിങ് ദി കണ്ടിന്യൂസ് സ്റ്റോറി ദാറ്റ് ദ മീ ഈസ് ടെല്ലിങ് ഇറ്റ് സെൽഫ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ കഥയുണ്ടല്ലോ, എന്നെ തന്നെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടാത്ത ആ കഥയെ ഞാൻ തന്നെ നിർത്തുകയാണ്. ഐ എം സ്റ്റോപ്പിംഗ് മൈ സെൽഫ്. ഞാൻ ആ കഥയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ പോഷിപ്പിക്കുന്നില്ല. ഐ എം ഡിസൈഡിങ് ടു മൈ സെൽഫ് ടു സ്റ്റോപ്പ് ഇറ്റ്. So my conscious self is dying. I'm deliberately dying. I wanted to die. And when a problem from yesterday arises, don't continue it. നമ്മൾ അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. So look at it fresh as if for the first time. അപ്പം നമ്മൾ അങ്ങനെ ഈ ചിന്തകളാലൊക്കെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. അത് തല പൊക്കുമ്പോൾ തന്നെ അത് തുടരരുത്. നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം അത് പ്രശ്നമാണെന്നറിയാം. ആ പ്രശ്നം വീണ്ടും നമ്മളെ ചോദ്യം ചെയ്യാനും വീണ്ടും നമ്മളെ അലട്ടാനൊക്കെ പോകുമ്പോഴല്ലോ നമ്മളതിന്
പ്രോത്സാഹിപ്പിക്കരുത്. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കുക എന്ന് പറയാറില്ലേ? അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒന്ന് മാറി ചിന്തിക്കണം. അപ്പോൾ ആ കാര്യത്തെ ഉണ്ടല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ കാര്യത്തെ നോക്കുന്നത് അത് ആദ്യമായി സംഭവിച്ച ഒരു കാര്യം പോലെ ആയിരിക്കാം. അതൊരു പുതിയ കാര്യമായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് പല കാര്യങ്ങളും എൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ, നമ്മളെ അലട്ടുന്ന ചിന്തകൾ, അതിൽ കൂടെ ഒരു ബാലൻസ് കിട്ടാൻ ഉള്ളൊരു പ്രോസസ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു പുതുമ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എല്ലാത്തിലും ഒരു പുതുമ കാണുന്നു. സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദി ലിവിങ് ഇൻ ദ പ്രസന്റ്. അത് ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് വളരെയധികം ക്ലാസ്സുകൾ ആന്റണി സാറിനെ പോലുള്ള മഹാ വ്യക്തികളൊക്കെ ഇവിടെ നിന്ന് നിരന്തരം എടുക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു ലിവിങ് ഇൻ ദ പ്രസന്റ്, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞ അതിവിശാലമായ ആ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു മീ ഈ കൺസെപ്റ്റിൽ നിന്ന് പറയുമ്പോൾ ഇഫ് യു ഡൈ ടു ദ പാസ്റ്റ് യു ആർ റീബോൺ ഇൻ ടു ദ പ്രസന്റ്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഭൂതകാലത്തോട് അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഈ വർത്തമാനകാലത്തിലേക്കാണ് വരുന്നത്. എൻ്റെ പുനർജന്മമാണ്. ഞാൻ ആ ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ കൂടെ പോയി ഞാൻ മരിക്കുകയാണ്. ഞാനത് വേണ്ടാന്ന് വെക്കുകയാണ് എൻ്റെ സെൽഫിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഉടൻ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു പുനർജന്മമാണ്. ഞാൻ വർത്തമാനകാലത്തിലേക്ക് വരും. ശരിക്കും നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ അങ്ങനെ ഈ വേണ്ടാത്ത ചിന്തകൾ, ഈ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടിയുള്ള ഈ യാത്രയിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശ്വാസമല്ലേ. നമുക്ക് അന്നേരം വരെ ഉണ്ടായിരുന്ന വീർപ്പ് മുട്ടലുകളും ഒരു വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് മാറിക്കിട്ടും. അതാണ് ആ പുനർജന്മം എന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം. ശരിയാണ് അല്ലേ? അപ്പോൾ അതാണ് ലിവിങ് ഇൻ ദ പ്രസന്റ്. അപ്പോൾ ആ പാസ്റ്റിൽ നടന്ന കാര്യത്തെ നമ്മൾ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തു, നമ്മൾ ലെറ്റ് ഗോ ചെയ്തു, ദെൻ വി ആർ റീബോൺ ഇൻ ടു ദ പ്രസന്റ്. അപ്പോൾ അതാണ് ഫ്രീഡം, ശരി, സ്വാതന്ത്ര്യം. എ മൈൻഡ് ദാറ്റ് ഈസ് നോട്ട് ബർഡൻഡ് ബൈ യെസ്റ്റർഡേ ഈസ് ഫ്രീ, ഫ്രഷ് ആൻഡ് ഹൈലി എനർജറ്റിക്. നമുക്കത് വേണ്ടാന്ന് വെച്ചപ്പോൾ തന്നെ നമ്മൾ സ്വതന്ത്രരായി. ഇന്നലകളുടെ ഭാരമില്ലാത്ത മനസ്സ് വളരെ സ്വതന്ത്രമാണ്. ഇറ്റ് ഇസ് ഫ്രഷ്, പുതുമയുള്ളതാണ്, നല്ല ഊർജ്ജസ്വലവുമാണ്, ഹൈലി എനർജറ്റിക് ആണ്. അതാണ് ലിവിങ് ഇൻ ദ പ്രസന്റിൽ ജീവിച്ചുള്ള ഏറ്റവും വലിയൊരു ഗുണവും അത് തന്നെയാണ്. യു ക്യാൻ നൗ അപ്രോച്ച് യുവർ ലൈഫ്, യുവർ വർക്ക് ആൻഡ് യുവർ റിലേഷൻഷിപ്സ് വിത്ത് ടോട്ടൽ അറ്റൻഷൻ ആൻഡ് ലവ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാനസിക സ്ഥിതിയിൽ എത്തിയാൽ, ലിവിങ് ഇൻ ദ പ്രസന്റിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു അപ്രോച്ച് കിട്ടും. നമ്മുടെ ജോലിയെയും നമ്മുടെ ബന്ധങ്ങളൊക്കെ വളരെ പൂർണ്ണ ശ്രദ്ധയോടെ, ഓക്കെ, ഫുള്ളി മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സായിട്ട് നമുക്ക് സ്നേഹിക്കാനും നമ്മുടെ ജോലിയിലൊക്കെ ഏർപ്പെടാനും ബന്ധങ്ങളെയൊക്കെ പൂർണ്ണ ശ്രദ്ധയോടെ നമുക്ക് കൈകാര്യം ചെയ്യാനും ഒക്കെ പറ്റും. എങ്ങനെയാണെങ്കിൽ ഇഫ് യു ലിവ് ഇൻ ദ പ്രസന്റ്. To die every second is to reborn every second. To die every second is to be reborn every second. വലിയൊരു കോംപ്ലക്സ് ഒരു സെന്റൻസ് ആണല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും മരിക്കുക എന്നാൽ ഓരോ സെക്കൻഡിലും പുനർജനിക്കുക എന്നാണ്. അതാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു നിർവചനം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓരോ സെക്കൻഡിലും മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡിലും പുനർജനിക്കുക എന്നാണ്. So that is living in the present. ഈ ചെറിയ കുട്ടിയെ പോലെ എത്ര സന്തോഷമായിട്ടാണ്, നമുക്ക് സന്തോഷം കിട്ടും തീർച്ചയായിട്ടും. പഴയ ഭൂതകാലങ്ങളിലുള്ള ഭാണ്ഡക്കെട്ടുകളൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ കുട്ടിയെ പോലെ പുഞ്ചിരിക്കാനാവണം, എല്ലാം മറന്ന്. അതാണ് നമ്മുടെ ഹാപ്പിനെസ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഇനി ലെറ്റ് us look at what is this daily renewal. എന്താണ് നമുക്ക് ഓരോ ദിവസവും പുതുമയായിട്ട് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഈച്ച് ഡേ ഈസ് എ ചാൻസ് ടു സ്റ്റാർട്ട് ഫ്രഷ്. ആണോ? തീർച്ചയായിട്ടും ആണ്. ഓരോ ദിവസവും പുതുതായി തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ്.
നമ്മൾ അങ്ങനെ വേണം അതിനെ കാണാൻ. ഓരോ ദിവസവും വളരെ ഫ്രഷായിട്ട് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്നത്. ലൈഫ് ബിക്കംസ് ന്യൂ വെൻ ദ മൈൻഡ് ഈസ് ഫ്രീ. മനസ്സ് സ്വതന്ത്രം ആകുമ്പോൾ മാത്രമേ ജീവിതം പുതിയതായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്റ്റക്കായി കിടക്കുകയാണ്. യു ആർ സ്റ്റക്ക് സംവെയർ. സോ മെന്റലി അങ്ങനെ നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിന് അർത്ഥവും ശരിക്കും പറഞ്ഞ ഒരു പുതുമയും നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ അനുഭവങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു സെക്കൻഡ് നേരത്തെ ചിന്തയിൽ കൂടിയൊക്കെ തന്നെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ലിവിങ് ഇൻ ദ പ്രസന്റ്. ഓക്കെ, സോ live your life fully awake, moment by moment, so that your life itself becomes a state of meditation. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ധ്യാനത്തിലേക്ക് വരും, ഒരു മെഡിറ്റേഷനിലേക്ക് വരും. എങ്ങനെ? നമ്മൾ പൂർണ്ണമായും ഓരോ നിമിഷവും ഉണർന്നിരിക്കുമ്പോൾ, ലിവിങ് ഇൻ ദ പ്രസന്റ്. നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഒരു ധ്യാനമായി മാറുന്നത്. അപ്പോൾ ആ മാറുന്നതിനായിട്ട് നമ്മൾ ഓരോ നിമിഷവും ആ ഒരു മാനസിക നിലയിൽ തന്നെ ഉണർന്നിരിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ജീവിതം ഒരു മെഡിറ്റേഷൻ ഫീലോടുകൂടി നമുക്കും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇതാണ് ഡെയിലി റിന്യൂവൽ എന്ന ഒരു ടോപ്പിക്കിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫ്രഷ് അഗെയിൻ ഫ്രഷ്നെസ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തുടക്കമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ എപ്പോഴത്തെ പോലെ നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഇതിനൊക്കെ എന്താണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, സോ വാട്ട് ആർ ദ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഫോർ കോമൺ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം, അതിനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഒബ്സർവ് എ തോട്ട്. When a worry or an old memory arises, just see it, don't judge it or follow it. നമ്മളെപ്പോഴും പറയാം, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയാം, ജഡ്ജ്മെന്റ് പാടില്ല. ഓക്കെ, ഡോണ്ട് ജഡ്ജ് ഇറ്റ്. അപ്പോൾ ആ ചിന്തയെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി. ഒബ്സർവ് ദാറ്റ് തോട്ട്. അതെന്തുവാ? ഒരു വിഷമമാകാം, വേണമെങ്കിൽ ഒരു പഴയ ഓർമ്മയാകാം. അത് ഉണ്ടാകുമ്പോൾ തന്നെയാണ്, അത് ജസ്റ്റ് കാണുന്നു. സോ അതിനെ ഫോളോ ചെയ്യാതെ, അതിനെ വിധിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. മുൻവിധികളൊന്നും പാടില്ല. സോ ലെറ്റ് ഇറ്റ് കം, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ആ ചിന്തയെ നിരീക്ഷിച്ചാൽ മാത്രം മതി. പോസ്, ബ്രീത്ത് ആൻഡ് റിലീസ് ഇറ്റ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ് ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നിർത്തുക, ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്താൽ തന്നെ ഇൻഹേൽ ആൻഡ് എക്സൈൽ നമുക്കതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഹൗ വി ഡീൽ വിത്ത് ദി പാസ്റ്റ് മെമ്മറീസ്. End the conflict. When you feel anger or resistance, simply say, this has ended. Do not carry the feeling forward to the next moment. അപ്പോൾ സംഘർഷം, മാനസിക സംഘർഷം എന്ന് വേണമെങ്കിൽ പറയാം, അത് അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് നമ്മളൊക്കെ വൈകാരികമായിട്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് പലപ്പോഴും ഒരു ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുക. ഓരോ ദിവസവും ശരിക്കും പറയാം നമുക്ക് കോപം വരാം, നമുക്ക് അങ്ങനെയുള്ള നമ്മൾ ഇമോഷണലി നമ്മളൊക്കെ ഹൈലി ഇമോഷണലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിരോധം തോന്നാൻ ചിലപ്പോൾ ഞാൻ അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള വാക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ വരുമ്പോൾ തന്നെ നമ്മൾ പറയണം, ഇത് അവസാനിച്ചു. അങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ വികാരത്തെ അടുത്ത ഒരു നിമിഷത്തിലേക്ക് പോലും കൊണ്ടുപോകരുത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി മാനേജ് ടു എൻഡ് ദ കോൺഫ്ലിക്റ്റ്. ആൻഡ് ദെൻ ടോട്ടൽ അറ്റൻഷൻ, വെദർ യു ആർ വർക്കിംഗ്, ഈറ്റിംഗ് ഓർ ലിസണിങ് ടു സംവൺ, give it your complete and total attention. The mind is silent when attention is complete. അപ്പോൾ പൂർണ്ണമായ ഒരു ശ്രദ്ധയാണ്, പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ടോട്ടൽ അറ്റൻഷൻ എന്ന് പറയും. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും അത് പൂർണ്ണമായിരിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ എന്ന് പറയുന്നത്, കേൾവി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ അത്ര കാര്യമാക്കാറില്ല.
അപ്പോൾ നല്ല കേൾവിക്കാരനായി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മൈൻഡ്ഫുൾനെസ് ആണ് ശരിക്കും പറയുന്നത്. നമ്മൾ അത്ര അറ്റൻഷനോട് കൂടിയാണ് ഒരാൾ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അത് പൂർണ്ണമായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു എല്ലാത്തിലും ഒരു ശ്രദ്ധ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം ഏറ്റവും കൃത്യമായി ചെയ്യാൻ പറ്റുന്നതും. ദ മൈൻഡ് ഈസ് സൈലന്റ് വെൻ അറ്റൻഷൻ ഈസ് കംപ്ലീറ്റ്. എന്താണ്? ശ്രദ്ധ പൂർണ്ണമാകുമ്പോൾ മനസ്സും നിശബ്ദമായിരിക്കും. ശ്രദ്ധ പൂർണ്ണമാകുമ്പോൾ മനസ്സും നിശബ്ദം ആയിരിക്കും. ബിഗിൻ ഈച്ച് മോർണിംഗ് ആസ് ഇഫ് ലൈഫ് സ്റ്റാർട്ട്സ് എ ന്യൂ. ജീവിതം പുതുതായി ആരംഭിക്കുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ രാവിലത്തെ തുടക്കം എന്ന് പറയുന്നത് ഒരു പുതുമയോട് കൂടി ആയിരിക്കണം. ജീവിതം തന്നെ പുതിയതായി ആരംഭിക്കുന്നതായിട്ട് തോന്നണം. നമ്മൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്ന മാതിരി തന്നെ എല്ലാ ദിവസവും രാവിലെ. അങ്ങനെയാണ് നമ്മുടെ എല്ലാ ദിവസത്തെയും ഒരു തുടക്കം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഈ പറയുന്ന നമ്മളുടെ ഈ മെൻ്റൽ സ്റ്റേറ്റ് നിർത്താൻ വേണ്ടി നമുക്ക് പ്രായോഗികമായി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥം മനസ്സിലാകും. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. Now, so let us come to the closing thought. Live now and be free. Freedom is not in the future. It is in the moment by moment ending of the psychological self. സ്വാതന്ത്ര്യം എവിടെയാണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭാവിയിലല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഈ സൈക്കോളജിക്കൽ സെൽഫ് ഓരോ നിമിഷവും അവസാനിക്കുന്ന ആ ഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. That is the moment ending of the psychological stuff. Okay? So that is how we are getting freedom. Now, the transformation of the world begins with the radical changes in the individual. ശരിക്കും ലോകം മാറുന്നത് എങ്ങനെയാണെന്നറിയാം? വ്യക്തികളിൽ കൂടിയാണ്. അപ്പോൾ വ്യക്തികളിലെ എന്താണ് ഒരു സമൂല മാറ്റത്തിലൂടെയാണ് ലോകം തന്നെ മാറുന്നത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പരിവർത്തനം തന്നെ ആരംഭിക്കുന്നത്. ആളുകളിൽ കൂടി മാത്രമേ ലോകവും ചേഞ്ച് ചെയ്യുകയുള്ളൂ. അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു നിയമമാണ്. നമ്മൾ അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ so let us look at this quote once again very carefully. To live completely, exclusively, every day as if it were a new day, you must die to everything of yesterday. Die every day, that is to live. അപ്പോൾ നമ്മൾ പൂർണ്ണമായും വളരെ പ്രത്യേകമായും എല്ലാ ദിവസവും ഒരു പുതിയ ദിവസം പോലെ ജീവിക്കാൻ എല്ലാത്തിനും ഇന്നലകളെ നമ്മൾ വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ ഇന്നലകളിൽ നാം മരണം പ്രാപിക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഇന്നലെ കൂടെയുള്ള ആ മരണത്തിൽ നിന്ന് നമുക്ക് ഒരു ജീവിതവും ആരംഭിക്കാൻ കഴിയും. ഇത് പറഞ്ഞത് ജെ കൃഷ്ണമൂർത്തിയാണ്. ഞാൻ ആ കോട്ട് ഒന്നുകൂടെ കാണിക്കാം. To live completely, exclusively, every day as if it were a new day, you must die to everything of yesterday. ഇന്നലകളെ ഞാൻ ആ മരണം സംഭവിക്കണം. ഡൈ എവറി ഡേ, ദാറ്റ് ഈസ് ടു ലിവ്. ജീവിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ജെ കൃഷ്ണമൂർത്തി പറഞ്ഞത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഇൻസ്പിറേഷൻ ശരിക്കും പറഞ്ഞാൽ അതാണ് ആമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ ജെ കൃഷ്ണമൂർത്തി എന്ന ഈ മഹത് വ്യക്തിത്വം അനേകമായിരം ഈ പറഞ്ഞുള്ള ഒരു ദാർശനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാർശനിക ചിന്തകളൊക്കെയും മനുഷ്യ ജീവിതത്തെ എങ്ങനെ മെച്ചമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടിയായിരുന്നു ജെ കൃഷ്ണമൂർത്തിയുടെ ജീവിതവും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ജെ കൃഷ്ണമൂർത്തിയിൽ കൂടിയാണ് എനിക്കിങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയതും അതിവിടെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനിയും നേരത്തെ പറഞ്ഞ മാതിരി നമുക്കൊരു ചെറിയ മെഡിറ്റേഷനിലേക്ക് പോകാനുണ്ട്.
Gently close your eyes.
താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഓരോ നിമിഷവും മരിക്കുകയും അടുത്ത നിമിഷം ജീവിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ശ്വാസത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലേ? ഓരോ ശ്വാസം വലിക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ മരിക്കുകയാണ്. പക്ഷെ അടുത്ത ശ്വാസത്തിൽ നമ്മൾ കണ്ടിന്യൂവേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ ഒരു ശ്വാസം പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നില്ല എങ്കിൽ നമ്മൾ മരിച്ചിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നിമിഷവും മരിക്കാൻ, അതും അറിഞ്ഞ് അല്ലേ, ഒരു മൈൻഡ്ഫുൾനെസ്സിൻ്റെ അവധാനതയുടെ തലത്തിൽ നിന്നുകൊണ്ട് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ പുറകോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറന്ന് ജീവിക്കാൻ സാധിക്കും. വളരെ സുന്ദരവും മനോഹരവുമായ ഒരു പുതിയ നിമിഷത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഒരുപക്ഷെ ഒരിക്കലും നമുക്കത് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അവിടെയാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ പരാജയം. പക്ഷെ അത് ആർജിക്കുന്നവരെ നമ്മൾ ഋഷിമാരെന്നും അല്ലേ, സ്വാമിമാരെന്നും ഒക്കെ പറഞ്ഞ് വളരെ കൃത്യതയോടെ നമ്മൾ പലരെയും കാണും. അവരുടെ അവയർനെസ്സും നമ്മളിങ്ങനെ പറയും, നമ്മൾ ജനിക്കുമ്പോഴേ ഒരു സ്പിരിച്വൽ അവയർനെസ്സോടുകൂടിയാണ് വരുന്നത്. ദൈവത്വമെന്നോ ഈശ്വര ചൈതന്യമെന്നോ പ്രകൃതിയുടെ ചൈതന്യമെന്നോ ഒക്കെ പറയാം. പക്ഷെ നമ്മൾ ജനിച്ച് വളർന്നു തുടങ്ങുമ്പോൾ നമ്മളുടെ മതപരമായിട്ടോ കൾച്ചറിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ഈ അവയർനെസ് നഷ്ടപ്പെട്ട് വെറും മനുഷ്യൻ്റെ അവയർനെസ്സിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ നമ്മളൊന്നുമല്ലാതെ ഇന്ന് മനുഷ്യനായി ഇങ്ങനെ ജീവിക്കുന്നു. തിരിച്ച് ആ സ്പിരിച്വൽ അവയർനെസ്സിലേക്ക് എത്താനുള്ള ഒരു സാധ്യത പലപ്പോഴും ഒരു ജന്മത്തിലും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് പല മതങ്ങളും പല ജന്മങ്ങളിലൂടെ ഈ സ്പിരിച്വൽ അവയർനെസ്സിലേക്ക് എത്തണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ഓരോ നിമിഷവും മരിച്ച് വീണ്ടും ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടായാൽ നമ്മൾ പോലും അറിയാതെ നമ്മളെപ്പോഴും ഈ പറയുന്ന നിത്യബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയുടെ തലത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ തൻ്റെ ജീവിതകാലത്ത് തുടക്കത്തിൽ സാധിച്ചില്ലെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് ബുദ്ധൻ ആ ഒരു തലത്തിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ഒത്തിരി ഗുരുക്കളുണ്ട്. പലരും കപടരാണ്, കപടതയാണ് പലതും പറഞ്ഞ് വയ്ക്കുന്നത്, വാക്കുകളിൽ മാത്രം പറയുകയും ജീവിതത്തിൽ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് മനോജ് സാറിലൂടെ നമുക്ക് കിട്ടിയത്. നമ്മളൊന്നും കൂടെ ശ്രദ്ധിക്കണം. ഓരോ നിമിഷവും നമ്മുടെ ഭാണ്ഡങ്ങളെ ഉപേക്ഷിച്ച് പുതുമയിലൂടെ ജീവിക്കാൻ, എന്നും പുതുക്കത്തിൽ ജീവിക്കുക അല്ലെ, പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോഴാണത് യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ചൈതന്യമായി നമ്മൾ മാറുന്നത്. വളരെ മനോഹരമായൊരു സെഷൻ, ഒത്തിരി ചിന്തിക്കാൻ അല്ലേ, നമ്മുടെ ആ പുറകോട്ട് നല്ലോണം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിച്ചു. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് റോയ് സാറിന് തുടങ്ങാം. റോയ് സാർ. സാർ, നമ്മൾ പ്രശ്നങ്ങളിൽ പെട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഒരു മൈൻഡ്ഫുൾനെസ് നേടുന്നതിന് ചിന്താവഹമായ കുറേ കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. പക്ഷേ സന്തോഷിച്ചിരിക്കുമ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആവശ്യമില്ലാതെ വരുന്നു. ശരിയാണ് സാറേ. ഞാൻ ഇന്നലകളുടെ ഭാണ്ഡക്കെട്ടുകളെല്ലാം ഇന്നിവിടെ മരിക്കുന്നു. ഓക്കെ, പുതുമയിലൂടെ ജീവിക്കുന്നു. പഴയതായ എല്ലാ കാര്യങ്ങളും ചിന്തകളും എല്ലാം ഉപേക്ഷിച്ചൊരു പുതിയ ജീവിതമായി ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഫ്രഷ്നെസ്സും ആ സ്വതന്ത്രനായിട്ടുള്ള ജീവിതം നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. പൂർണ്ണമായും ഇവിടെ പുതിയ ജീവിതം സ്വതന്ത്രനായി നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്ന അതായത് നമ്മുടെ ശരീരവും സാഹചര്യങ്ങളും എല്ലാം ഒരു പുതിയ അന്തരീക്ഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നു എന്ന ഒരു മാനസികാവസ്ഥ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ സ്വതന്ത്രനായി ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനും മറ്റും കഴിയും. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിൽ തന്നെ പറയുന്നത് നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിടുക, ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും വേണ്ട, അതൊക്കെ വിടുക, ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത്, പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഫ്രഷായിട്ട് സ്വതന്ത്രനായി നമ്മുടെ ശരീരവും സാഹചര്യങ്ങളും എല്ലാം നിലനിർത്തുന്നതിന് പറ്റുന്ന ഒരു മൈൻഡ്ഫുൾനെസ്സാണ് സാറിന്ന് പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഇത് മാത്രമേ കാണുന്നുള്ളൂ, എല്ലാവരെയും അല്ല. പ്രയാസം കൊണ്ട് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഇതിൽ നമ്മളങ്ങനെ വിഷമിച്ചു കഴിയുന്നു.
ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു വിഷമിക്കുന്ന ഈ ഒരവസ്ഥയിൽ ജീവിതം തന്നെ ദുർഘടമാണ്. അതിൽ നിന്ന് മോചിതനാവാൻ ഉള്ള ഒരു മൈൻഡ്ഫുൾനെസ് എങ്ങനെ നേടിയെടുക്കാമെന്നതാണ് സാറ് ഇന്ന് പറഞ്ഞു തന്നത്. വളരെ ഫീലിംഗ്ഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ എനർജി നമ്മുടെ ശരീരത്തിലും സറൗണ്ടിങ്സിലും എല്ലാം ഇങ്ങനെ സമ്പുഷ്ടമായിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ സാറ് ആ മൈൻഡ്ഫുൾനെസ്സിന് മെഡിറ്റേഷനിലൂടെയും കൂടി അതൊന്ന് പൂർണ്ണമായി എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം തന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു രോഹിത് സാർ, താങ്ക് യു. ഓക്കെ, ഇനി അനിൽകുമാർ സാർ, രാജു ഫിലിപ്പ് സാർ, അനിൽകുമാർ സാർ പറഞ്ഞു. നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും പീസ് ഓഫ് മൈൻഡിലൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാവരും പറഞ്ഞ മനോജ് സാറും സാബു സാറും പറയും നമ്മുടെ പാണ്ടക്കെട്ടുകളൊക്കെ അഴിച്ചു വെക്കണം, സ്വസ്ഥരാകണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, ഈ വറീസ്, ഇങ്ങനെയുള്ള ഫിയർ, ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആകണം. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കണം. അതിന് നമ്മൾ അതിനെ ഉപേക്ഷിക്കുക. അപ്പം നമ്മൾ മെഡിറ്റേഷനൊക്കെ അതിന് പകരമാണ് ചെയ്യണം. അതിന് പകരം അപ്പം നമ്മളെല്ലാവരോടും പറയുന്ന പോലെ പൊറുക്കുക, ക്ഷമിക്കുക, നമുക്ക് അവർക്കെല്ലാം നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവരെ എല്ലാവരെയും നമ്മൾ ആത്മാർത്ഥമായി എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. നമ്മുടെ ജീവിതകാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു പോവുക, സ്വസ്ഥതയും സമാധാനം കിട്ടും. അപ്പം നമ്മൾ പാസ്റ്റിൽ ജീവിക്കരുത്, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നമ്മൾ കൂടുതൽ വറിയാകരുത്. നമ്മൾ പിന്നെ ടുഡേ, ലീവ് ടുഡേ എന്നുള്ള മൈൻഡ്ഫുൾനെസ് ആണ് എനിക്ക് കിട്ടിയ അറിവ്. അതായത് സമാധാനം, സന്തോഷം, സമൃദ്ധിയോടെ ജീവിക്കണമെങ്കിൽ, സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ പാണ്ടക്കെട്ടൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് സാറ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ മനസ്സിൽ കിട്ടിയ ഐഡിയ. എന്തായാലും നല്ലൊരു ക്ലാസ്സാണ്. സാർ ഒത്തിരി കാര്യങ്ങൾ ഇത് പറയാൻ വേണ്ടി പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറഞ്ഞു. കൂടാതെ മെഡിറ്റേഷനും വെച്ചു. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. സാബു സാറ് തുടങ്ങിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് തീർന്നു പോയത്. ലാസ്റ്റ് ഇതെങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ചെന്നുള്ളത് ഞാൻ മറന്നു കിട്ടിയില്ല. എന്തായാലും എന്നെ സാറ് ഉറക്കിയല്ലോ. അപ്പോൾ അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു മെഡിറ്റേഷനുമായിരുന്നു, ശാന്തമായിരുന്നു, എല്ലാ തരത്തിലും വിജയമായിരുന്നു, സക്സസ്ഫുള്ളായിരുന്നു. നല്ലൊരു ക്ലാസ്. സാറും അതിൻ്റെ രത്ന ചുരുക്കം കൊണ്ട് സാബു സാറും പറഞ്ഞു. ഇതെല്ലാം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആരുള്ള? രാജു ഫിലിപ്പ് സാർ, കുഞ്ഞായി മാസ്റ്റർ, മാത്യു സാർ, ജോസഫ് സാർ, അതൊക്കെ പറയൂ. രാജു സാർ ഉണ്ടോ? കുഞ്ഞായി മാസ്റ്റർ ഉണ്ടോ? കുഞ്ഞായി മാസ്റ്റർ പറയും. താങ്ക് യു സാബു സാർ. മനോജ് സാറിൻ്റെ ഇന്നത്തെ ദർശനം ക്ലാസ് വളരെ സന്തോഷകരമായ ജീവിതം, മരണം വരെയുള്ള ജീവിതം എങ്ങനെ വളരെ സന്തോഷകരമാക്കാം, അതിൻ്റെ ഒരു അടിത്തറയാണ് മനോജ് സാർ എന്നിവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ ഭാണ്ഡക്കെട്ടുകൾ, ജീവിതത്തിൽ കഴിഞ്ഞകാല ഓർമ്മകൾ, അതൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരോട് പൊറുക്കുവാനും മറ്റുള്ളവരോട് ദയ കാണിക്കുവാനും നന്ദി കാണിക്കുവാനും ഉള്ള മനസ്സുമായി മുന്നോട്ട് പോയാൽ ഇന്നത്തെ അവസ്ഥയിൽ സുഖകരമായി ജീവിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു ജീവിതം കൈവരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ ഭാണ്ഡക്കെട്ടുകൾ മാറ്റിവെക്കുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യർ. നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്കുള്ള സേവന പ്രവർത്തനങ്ങൾ,
സഹായങ്ങൾ, നമ്മളെ മനസ്സിന് കുളിർമയേകുന്ന ഓർമ്മകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ, ഇത് നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭാണ്ഡക്കെട്ടുകൾ നമ്മൾ കൂടെ പിടിക്കുക, നമ്മൾ അതുമായി ജീവിക്കുക. ജീവിതം ഇന്നത്തെ ഈ അവസ്ഥയിൽ മനോഹരമായി ജീവിക്കുക. ഭാവിയിലും അത് തുടർന്നുകൊണ്ടേയിരുന്ന് ഈ ഓർമ്മക്കെട്ടുകളും ഭാണ്ഡങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന മനോഹരമായ, നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഈ ഓർമ്മകളുമായി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുക. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആകത്തുക എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠനതാണ് ഇത്. എല്ലാ ഓർമ്മകളും നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ, നന്മകൾ, അത് എന്നും നമ്മളെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അത് നമ്മളെ മുന്നോട്ട് നയിക്കണം. അത് നമുക്ക് ആനന്ദവും സന്തോഷവും ജീവിതത്തിൽ സംതൃപ്തിയും പകരും. ആ ഓർമ്മകളിൽ കൂടെ ജീവിക്കുക, ഭാവിയിലേക്കുള്ള കരുത്ത് പകരുക, അങ്ങനെ നമ്മൾ ജീവിക്കുക. ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള നല്ലൊരു സെഷൻ അവതരിപ്പിച്ച മനോജ് സാർ, ഈ സാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. യെസ് സർ. അല്ല, മാസ്റ്റർ പറഞ്ഞ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം നന്ദിയോടെ സ്മരിക്കുക എന്നുള്ള, നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ നന്ദിയോടെ തീർച്ചയായിട്ടും സ്മരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല മാസ്റ്റർ. ചിലപ്പോൾ ചില ജീവിത വിജയങ്ങളൊക്കെ പോലും നമ്മൾ ചിലപ്പോൾ ഞാനതും സൂചിപ്പിക്കുകയുണ്ടായി, ചില ഉരാക്കുടുക്കുകളിലൊക്കെയും നമ്മൾ ചെന്ന് പെടാറുണ്ട്. അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു മോചനം തീർച്ചയായിട്ടും വേണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുഞ്ഞായി മാസ്റ്റർ പറഞ്ഞ നന്മകൾക്ക് എപ്പോഴും നന്മകളുടെ ആ മരങ്ങളായി തന്നെ നമ്മൾ എപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കുന്നത്, യാതൊരു തർക്കവുമില്ല. ആ ഒരു സ്മരണയിൽ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയുള്ള ആ സ്മരണകൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കൊണ്ടു നടക്കാവുന്നത്. നമുക്കൊരു പ്രചോദനമാണല്ലോ. അപ്പോൾ അതിനൊന്നും അഭിപ്രായ വ്യത്യാസം തന്നെ. മാസ്റ്ററോട് പറഞ്ഞ ആ പോയിന്റിനോട് 100% ഞാൻ യോജിക്കുന്നുണ്ട് കുഞ്ഞായി മാസ്റ്റർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഇനി വേറെ ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പറയാം. രാജ് സാർ ഉണ്ടോ? രാജ് സാർ രാജു സാറിനെ കാണുന്നുണ്ട്, ചിലപ്പോൾ തിരക്കിലായിരിക്കും. യെസ് യെസ് സാർ. എല്ലാവരും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓക്കെ. അപ്പോൾ വളരെ മനോഹരമായ സെഷൻ. നമ്മൾ കാര്യം അതിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുമെങ്കിലും അതിൻ്റെ അകത്തുള്ള ആ ഇന്നർ മീനിങ് വളരെ എന്താ പറയുക, ശരിക്കും ഒരു സ്പിരിച്വൽ പവറാണത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളായിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ എന്താ പറയുന്ന ഒരു സമചിത്തത, അല്ലേ, ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നതാണ് പലപ്പോഴും. ഒരു പ്രോബ്ലത്തിൽ നിന്നൊക്കെ തിരിച്ച് കയറി വരാൻ, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അത് വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അടുത്ത ശ്വാസത്തിൽ ജീവനില്ല എന്ന് കൂടെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എന്തൊരു ശാന്തരായിരിക്കും അല്ലേ മനുഷ്യര്. യാതൊരുവിധ അഹങ്കാരം. അതെ അതെ അതെ. ഇപ്പം നമ്മൾ ലവോത്സുവിനെ പോലുള്ള ഈ പറഞ്ഞ പോലുള്ള മഹാരഥന്മാരൊക്കെയും ഞാൻ ഈ പറഞ്ഞ ജെ കൃഷ്ണമൂർത്തിയെ പോലുള്ളവരുടെ നമ്മൾ കേൾക്കുന്നതല്ല ഏതാണ്ട് ഈ സമാനമായ അവരുടെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെയൊക്കെ ഒരു എത്തിനോട്ടം ഒരു പക്ഷേ നമ്മൾക്ക് നമ്മുടെയൊക്കെ ലൈഫിനെയും ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാവുന്ന പോയിന്റുകളാണ്. ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് സാർ. പറഞ്ഞു നോക്കുമ്പോൾ മനുഷ്യ നന്മയ്ക്കായി ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ മാനസികമായി കുറച്ചുകൂടെയൊക്കെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള തത്വചിന്തകളും അതിനുള്ള വഴികളും ഒക്കെയാണ് ഇവരെ പോലുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള വഴികൾ കൂടെ നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ചും ജയകൃഷ്ണമൂർത്തിയെ പോലുള്ള ആൾക്കാരുടെ ദാർശനിക ചിന്തകളും അവരുടെ വ്യൂ പോയിൻറ്റ്സും ഒക്കെ വളരെയധികം നമുക്ക് പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളിലും അത് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു വലിയൊരു ചൂണ്ടുപലക അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഈ സെഷനിൽ ജെ കൃഷ്ണമൂർത്തിയെ ഓർത്തതും അദ്ദേഹത്തിൽ കൂടി കിട്ടിയ ഒരു പ്രചോദനമാണെന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് സാബു സാർ. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ വന്ന എല്ലാവർക്കും പ്രത്യേകം ഈ നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഈ മാറ്റ്നി പ്രീ വെബിനാറിൻ്റെ പേരിലും സാബു സാറിൻ്റെ പേരിലും ഒക്കെയും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു സാർ.